എവ്രിവൺ വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. ഇന്ന് ഞാൻ ആക്ച്വലി ഷോക്കേസ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഇത് നോയൽ ബിൽഡേഴ്സിന്റെ ഒരു നിയറിംഗ് പൊസഷൻ സ്റ്റേജിൽ നിൽക്കുന്ന പ്രോജക്റ്റാണ്. സോ ഞാൻ ഈ വീഡിയോ ഇടാൻ മേജർലി ലുക്ക് ഔട്ട് ചെയ്യുന്നത് കുറച്ച് ലക്ഷറി ആയി സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ഇൻ ആൻ അപ്കമിങ് ഏരിയ ബട്ട് ഓൾസോ ഡെവലപ്ഡ് ഏരിയ ലൈക്ക് നെട്ടൂർ. സോ ക്രൗൺ പ്ലാസ, ലേ മെറിഡിയൻ എല്ലാ പോർഷനിൽ നിന്നും നമുക്ക് ജസ്റ്റ് ഒരു 500-600 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോജക്റ്റ് നിൽക്കുന്നത്. ആൻഡ് ഈ ബാക്കിൽ കാണുന്ന എലിവേഷൻ ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് വരുന്നത്. ടോട്ടൽ G+16 ആണ് ഫ്ലോർസ്. ആൻഡ് ഈ വരുന്ന ഇതാണ് ഹൈവേ. സോ ഈ ഫ്രണ്ടിൽ കാണുന്ന ഹൈവേന്ന് ഉള്ളിലേക്ക്, സോ അത് കാരണം ഹൈവേയുടെ ഒരു വളരെയധികം നോയ്സോ ഒന്നും ഇവിടെ വരുന്നില്ല, കാരണം നല്ല രീതിയിൽ അത് ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതൊരു കംപ്ലീറ്റ് വാക്ക് വേ ആയിരിക്കും പ്രോജക്റ്റ്. ഈ മാർച്ചോട് കൂടിയാണ് ഇതിന്റെ പൊസിഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ടോട്ടൽ യു ഹാവ് 16 ഫ്ലോർസ്. സോ ടോട്ടൽ 16 നിലയിൽ നമുക്ക് 2 ടവേഴ്സ് ആണ്. സോ 2 ടവേഴ്സും കണക്ഷൻ ബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് ടോപ്പ് ഫ്ലോറിൽ നിന്ന് നമുക്ക് കണക്ഷൻ ബ്രിഡ്ജ് ഇതിൽ വരുന്നുണ്ട് 2 ടവറിലും കണക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ അമ്യൂണിറ്റീസ് കംപ്ലീറ്റ്ലി വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് കംപ്ലീറ്റ് അമ്യൂണിറ്റി വരുന്നത്. അതിലെല്ലാം അവർ കേറ്റർ ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് സ്വിമ്മിംഗ് പൂൾ ആയാലും, കിഡ്സ് ഏരിയ, സലൂൺ ഇൻസൈഡ്, ക്ലിനിക് ആയാലും എല്ലാം അവർ അഡ്രസ് ചെയ്തിട്ടുണ്ട്. റീക്രിയേഷൻ ഏരിയ പ്ലസ് ദേ ഹാവ് അമ്യൂണിറ്റീസ് ഓൺ ദ റൂഫ് ടോപ്പ് ഓൾസോ. റൂഫ് ടോപ്പിൽ അവർക്ക് ലോഡഡ് വിത്ത് അമ്യൂണിറ്റീസ് ആണ് ആസ് എ പ്രോജക്റ്റ്. ഇതിൽ ടോട്ടൽ 114 അപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. 114 അപ്പാർട്ട്മെന്റിൽ നമുക്ക് 2600 തൊട്ട് 3500, സോ 2600, 2900, 3500 3 ലേ ഔട്ടിൽ ആണ് നമുക്ക് ഇൻവെന്ററി അവൈലബിൾ ഉള്ളത്. ഓൾമോസ്റ്റ് 85-90% സോൾഡ് ഔട്ട്. നമുക്കിപ്പോൾ ഇൻവെന്ററി ഇല്ല. പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇടുന്നത് ഒരു 15 ഫ്ലോറിൻ്റെ ഒരു യൂണിറ്റ് ആണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് യൂണിറ്റ് ബിക്കോസ് നമുക്ക് ഹയർ ഫ്ലോറിൽ കിട്ടുന്നുണ്ട്, പ്ലസ് നമുക്ക് 2600-ൻ്റെ യൂണിറ്റ് ആണ്. ഞാൻ ഈ വീഡിയോയിൽ സാമ്പിൾ ഫ്ലാറ്റും കാണിക്കും, ആക്ച്വൽ ഫ്ലാറ്റും കാണിക്കും. ആൻഡ് ഐ റിയലി ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോഡക്റ്റ് വിത്ത് ദ കൈൻഡ് ഓഫ് വ്യൂ ആൻഡ് ദ വെന്റിലേഷൻ വിച്ച് ഇസ് അവൈലബിൾ. പിന്നെ പ്രൈസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ലോഞ്ച് പ്രൈസിൽ നിന്നും ഇപ്പോഴത്തെ പ്രൈസും തമ്മിൽ വലിയൊരു ഡിഫറൻസ് വന്നിട്ടില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ജനറലി ലോഞ്ച് കഴിഞ്ഞ് പൊസിഷൻ കിട്ടുമ്പോഴേക്കും ഭയങ്കര എക്സോബറൻ്റ് ആയിട്ട് പ്രൈസ് കയറി മിക്ക ബിൽഡേഴ്സും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ചേഞ്ച് നടന്നിട്ടില്ല. So I really feel that the price point what you are buying is perfect for the market, and you will get a great quality product with a great space of close to 2600 square feet. പിന്നെ ലോ ഫ്ലോസ് പ്രിഫർ ചെയ്യുന്നവർക്ക് നമുക്ക് 3000-ൻ്റെയും 2900-ൻ്റെയും യൂണിറ്റ്സ് ഉണ്ട്. 3500 ആൻഡ് 2900-ൻ്റെ യൂണിറ്റ്സ് അവൈലബിൾ ഉണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ് ആയിട്ടും കോൺടാക്ട് ചെയ്യുക. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഗ്രേറ്റ് കണക്ടിവിറ്റി ഇൻ ടേംസ് ഓഫ് സിറ്റി, കാരണം ഇനി നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സിൽ അല്ലെങ്കിൽ 7 to 8 ഇയേഴ്സിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ വരാൻ പോകുന്ന ഡെവലപ്മെന്റ് ഇസ് റിയലി സ്റ്റാൻഡിങ് ഔട്ട്. നമുക്ക് എയർപോർട്ട് കണക്ടിവിറ്റി, 6 ലൈൻ ഹൈവേ എല്ലാം ഈ ഒരു വിസിനിറ്റിയിലാണ് വരുന്നത്. സോ ഒരു ഓൺ കൺസംഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലിൽ നോക്കുന്നവർക്ക് ഇതൊരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് റെഡി ആയതുകൊണ്ട് ഐ ബി സ്പീക്കിംഗ് അബൌട്ട് മോർ ടു ദി എൻഡ് യൂസർ. ബട്ട് ദ പ്രൈസ് പോയിന്റ് ഇസ് പ്രിറ്റി അട്രാക്റ്റീവ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഓൾസോ. അത് പറയാതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ ഒരു നല്ല പ്രൈസ് പോയിന്റ് ഇപ്പം ഇവർ ട്രാൻസാക്ട് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി കോൾ ഇൻ ദിസ് നമ്പർ. I'll give you more information related to it and we'll have a detailed discussion.